ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പേസ്ലിയാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഡിസൈൻ മേഖലകളിൽ മികച്ചു നിൽക്കുന്ന ഒരു ഡിസൈൻ തന്നെയാണ് പേസ്ലി. അപ്പോൾ ഇത് പണ്ടത്തെ ഡിസൈനുകളിലൊക്കെ കൂടുതലായും കണ്ടുവന്ന ഒരു ഡിസൈനാണ്. പണ്ടത്തെ ഏത് ഡിസൈനുകൾ എടുത്തു നോക്കിയാലും ഓൾഡ് ഡിസൈനുകളിൽ കൂടുതലായും കണ്ടുവരുന്ന ഒന്നാണ്. മലയാളത്തിൽ ഇതിനെ മാങ്ങാപ്പിഞ്ച് എന്നൊക്കെ പറയാറുണ്ട്. കണ്ടില്ലേ, എങ്ങനെയാണ് അതിൻ്റെ ഒരു ഷേപ്പ് വരുന്നത് കേട്ടോ. ഈ ഒരു ഷേപ്പിൻ്റെ അകത്തായിട്ടാണ് നമ്മൾ ഡിസൈനുകളെല്ലാം വരയ്ക്കുക. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഒരു ഹമ്പ് വരച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് 2 ലൈൻസും വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഹംസ് ഡോട്ട്സ് നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ തുടർന്ന് ചെയ്തു കൊണ്ടുപോകുക കേട്ടോ. പേസ്ലി വരയ്ക്കുന്നതിന് ഒരു ട്രിക്ക് പറഞ്ഞു തരാം. ആദ്യം നമ്മൾ ഇതുപോലെ വളച്ച് കൊണ്ടുവരികയാണ്. പിന്നെ കണ്ടില്ലേ, ഇവിടെ ഒരു വളവ് ഒരു വേവ് ലൈൻ പോലെ വന്നിട്ടാണ് അതിനെ ജോയിൻ ചെയ്തെടുക്കുന്നത്. ആ ഒരു സ്ഥലം എത്തുമ്പോൾ അതിൻ്റെ താഴെയായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ആദ്യം വരച്ചിരിക്കുന്ന ഒരു ലൈനിനെ കാട്ടി കുറച്ച് തടി കൂടുതലാണ്, അല്ലെ വീതി കൂടുതലാണ്. അങ്ങനെ വീതി കൂടിയ രീതിയിൽ വരച്ചാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ പേസ്ലി വരയ്ക്കാൻ കഴിയും. ഇല്ലെങ്കിൽ ഒരുപാട് പാടാണ് കേട്ടോ, ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നും പെട്ടെന്ന്. ഇതിൽ കണ്ടില്ലേ, 3 റൗണ്ട് വരച്ചെടുത്തിട്ട് അതിൻ്റെ നടുവിലുള്ള ആ ഭാഗങ്ങളെല്ലാം ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെയൊക്കെ ഔട്ട്ലൈനുകളൊന്ന് ഡാർക്കെയും കൂടെ ചെയ്ത് നോക്കണം കേട്ടോ. ആദ്യത്തെ 2 ഔട്ട്ലൈൻ ഞാൻ ഡാർക്കെയും ചെയ്ത് എടുത്തിട്ടില്ല. കണ്ടോ, പേസ്ലി വരയ്ക്കുന്ന ആ ഒരു രീതി ശ്രദ്ധിക്കുക. ആ ഒരു വളവെത്തുമ്പോൾ കുറച്ച് വീതി കൂട്ടി വേണം നമ്മളത് വളച്ച് കൊണ്ടുവരാൻ കേട്ടോ. ഇനി അതിൻ്റെ സൈഡുകളിലായിട്ട് കണ്ടില്ലേ, ഇതുപോലെ ചെറിയ ചെറിയ ലൈൻസുകളാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ ഓപ്പോസിറ്റായിട്ടും ലൈൻസ് വരച്ച് കൊടുക്കുക. അതായത് ക്രോസ് ആയിട്ട് ഇങ്ങനെ ലൈൻസുകൾ ഇങ്ങനെ വരച്ചെടുക്കുക കേട്ടോ. ചെറിയ തിന്നായിട്ടുള്ള ലൈൻസുകളാണ് വരച്ചെടുക്കുന്നത്. കണ്ടില്ലേ, ഇതിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് ഡാർക്കെയിൻ ചെയ്തും കൂടെ എടുക്കുന്നുണ്ട്. പുതിയ മോഡലുകളിൽ പേസ്ലി അങ്ങനെ കണ്ടുവരാറില്ല കേട്ടോ. അപ്പോൾ ഇനി നമ്മളും പേസ്ലിയുടെ ആ ഒരു ബേസിക് രൂപം തന്നെയാണ് വരച്ചെടുക്കുന്നത്. പിന്നെ അതിൻ്റെ നടുവിലായിട്ട് ചെറിയ ചെറിയ സോൾസ് ഇങ്ങനെ വരച്ചു കൊടുക്കുക. അങ്ങനെ അതിനെന്ത് ചെയ്യാം, മൊത്തത്തിൽ ഫില്ല് ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് ഡാർക്കെയും കൂടെ ചെയ്ത് നോക്കാം. ഈ ഒരു പേസ്ലിയുടെ നടുവിലായിട്ട് നമ്മൾ കുറച്ച് അകലം വിട്ടിട്ട് വേണം ലൈൻസുകൾ ഇട്ട് കൊടുക്കാൻ. അതുപോലെ തന്നെ നമ്മൾ ക്രോസായിട്ട് വരയ്ക്കുന്നതും കുറച്ച് അകലം വിട്ടിട്ട് വേണം വരയ്ക്കാൻ കേട്ടോ. എന്നിട്ട് അതിൻ്റെ നടുവിലായിട്ട് തന്നെയല്ല, ഇതുപോലെ ചെറിയ ചെറിയ ഡോട്ട്സുകൾ മൊത്തത്തിൽ ഇട്ട് കൊടുക്കാം. ഇനി ഔട്ട്ലൈൻ നിന്ന് ഡാർക്കെയും കൂടെ ചെയ്തെടുക്കാം. ആറാമതായിട്ടും ഒരു പേസ്ലിയുടെ രൂപം വരച്ചെടുക്കുക. ഇനി അതിലൊരു ഡോട്ട് ഇട്ടിട്ട് ഇതുപോലെ മുകളിലായിട്ട് റൗണ്ട് വരച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ വരച്ച് സൈഡുകളിലായിട്ടാണ് ഫില്ല് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ ഫില്ല് ചെയ്ത് പോയാലും കുഴപ്പമില്ല, നമ്മൾക്ക് ഈ ഒരു രീതി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എങ്ങനെ ഫില്ല് ചെയ്ത് പോയാലും കുഴപ്പമില്ല. ഇനി ഔട്ട്ലൈൻ ഒന്ന് ഡാർക്കെയിനും കൂടെ ചെയ്തെടുക്കാം. ഇനി 7മതായിട്ടും പേസ്ലിയുടെ ഒരു രൂപം വരച്ചെടുക്കുക. പിന്നെ കുറച്ച് നല്ല രീതിയിൽ വീതിയിലാണ് ഇവിടെ ലൈൻസുകൾ വരച്ചെടുക്കുന്നത്. ക്രോസ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ചെയ്യുക. ഇനി അതിൻ്റെ നടുവിലായിട്ട് ചെറിയ ചെറിയ വൈൻസാണ് ഇട്ട് കൊടുക്കുന്നത്. ആ വൈൻസ് ഇട്ട് കൊടുക്കുമ്പോൾ കോർണേഴ്സിൽ നോക്കി നിൽക്കുന്ന രീതിയിൽ വൈൻസ് ഇട്ട് കൊടുക്കുക കേട്ടോ. കണ്ടോ, ഒരു കോർണറിൽ നിന്ന് മറ്റൊരു കോർണറിലേക്ക് നോക്കി നിൽക്കുന്ന രീതിയിലാണ് വൈൻസ് വരച്ചെടുക്കേണ്ടത്.
ഇനി എന്ത് ചെയ്യുക, ഔട്ട്ലൈൻ ഒന്ന് ഡാർക്ക് ലൈനും കൂടി ചെയ്തെടുക്കാം. എട്ടാമതായിട്ട് ഒരു പൈസലിയുടെ രൂപം വരച്ചെടുക്കുക. ഇനി അതിൻ്റെ നടുവിലായിട്ട് കണ്ടില്ലേ, ഇതുപോലെ ഒരു വേവ് ലൈൻ വരച്ചെടുക്കുക. എന്നിട്ട് അതിനെ ഒന്ന് ഡാർക്കൻ ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ താഴെയായിട്ട് ഇതുപോലെ ലൈൻസുകൾ വരച്ചു കൊടുക്കുക. പിന്നെ മുകളിലായിട്ട് ഇതുപോലെ ചെറുതായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ചെറിയ ചെറിയ ലൈൻസുകളാണ്, തിന്നായിട്ടുള്ള ചെറിയ ലൈൻസുകൾ അടുപ്പിച്ചിട്ട് കൊടുക്കുക. മുട്ടാൻ പാടില്ല കേട്ടോ. എന്നിട്ട് മുകളിൽ താഴെ അങ്ങനെ വരുന്ന രീതിയിൽ ഡോട്ട്സുകൾ ഇട്ട് കൊടുക്കുക ആ ലൈൻസിൻ്റെ മുകളിലായിട്ട്. ഇനി ഔട്ട്ലൈൻ ഒന്ന് ഡാർക്ക് ലൈൻ കൂടെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഒമ്പതാമതായിട്ടും പൈസലിയുടെ ആ ഒരു രൂപം തന്നെയാണ് വരച്ചെടുക്കുന്നത്. ഇനി അതിൻ്റെ മുകളിലായിട്ട് കണ്ടില്ലേ, ഒന്ന് ഇതുപോലെ ഹംസുകൾ വരച്ചു കൊടുക്കാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും വരച്ചെടുക്കാം. ഹംസുകൾ ഇതുപോലെ അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി അതിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് ഡാർക്ക് ലൈൻ ചെയ്തെടുക്കുന്നുണ്ട്. പത്താമതായിട്ടും പൈസലിയുടെ ആ ഒരു രൂപം വരച്ചെടുക്കുക. എന്നിട്ട് ഒരു സോൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഹംസ് വരച്ചിട്ട് അതിനെ ഒന്ന് തിക്കാക്കി കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് തിൻ ലൈൻ വരച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ ഈ ഒരു പൈസലിനെ മുഴുവനായിട്ടും ഫില്ല് ചെയ്തെടുക്കണം. ആദ്യം നടുവിൽ, പിന്നെ രണ്ട് സൈഡുകളിലായിട്ട്, പിന്നെ വീണ്ടും നടുവിൽ, അങ്ങനെ വരുന്ന രീതിയിലാണ് ഇതിനെ ഫില്ല് ചെയ്തെടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഫില്ല് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു ഷേപ്പ് മാത്രം നമുക്ക് കിട്ടിയാൽ മതി കേട്ടോ. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സുമായി നാളെ കാണാം. ടാറ്റാ.